ഹായ്, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ 5ാമത്തെ വീഡിയോ ആണ് നമുക്കിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിലുള്ള അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാനുള്ള നമ്മുടെ കുടുംബത്തിൽ ക്ഷേമവും സമൃദ്ധിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതിലൂടെ കുറച്ച് 1-2 കാര്യങ്ങളും കൂടെ അഡീഷണലായിട്ട് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് സമാധാനം നമ്മളുടെ കുടുംബത്തിലുണ്ടാവണമെങ്കിൽ ഏറ്റവും നമുക്ക് വേണ്ടത് പൈസയാണ്, അല്ലേ? പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്തു പോവാനായിട്ട് പറ്റും. മേജർ പ്രോബ്ലംസിൻ്റെയും പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രശ്നം ഒന്ന് ഫിനാൻസ് തന്നെയാണ്, അല്ലേ? അത് അസുഖങ്ങൾ വന്നാലും ശരി, ആവശ്യങ്ങൾ വന്നാലും ശരി, ബാക്കി ഏത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വരുമാനം കിട്ടുന്നതിന് നമ്മൾ റെഗുലറായിട്ട് ഒരു സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കുകയും പിന്നെ ആവശ്യമില്ലാത്ത അനാവശ്യ ചെലവുകളും അനാവശ്യ ടെൻഷനുകളും അനാവശ്യ ലോണുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് കാര്യം നമ്മളുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാൻ ടു ഫാമിലി, അതായത് വൈഫായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 പേരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ വൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന കുട്ടികളെ നമുക്കുണ്ടെങ്കിൽ ആ കുട്ടികളുമൊക്കെ ആയിരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെയും കൂടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെയും കൂടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെയും കൂടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. പല കാര്യങ്ങളും നമ്മൾ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമുക്കെതിരാവും. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട എന്ത് തീരുമാനങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മുടെ കുടുംബത്തിനെ കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്, അതായത് എന്ത് കാര്യം നമ്മൾ വാങ്ങുകയാണെങ്കിലും നമ്മളുടെ കുടുംബത്തിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വാങ്ങാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് പ്രോബ്ലംസ് വരികയാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമർജൻസി സിറ്റുവേഷൻസൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ഫണ്ട് തന്നെയാണ്. എല്ലാ വീഡിയോയിലും വരുന്നൊരു കാര്യമാണ് എമർജൻസി ഫണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു എമർജൻസി ഫണ്ട് എത്രമാത്രം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് എല്ലാ വീഡിയോസിലും നമുക്ക് ഒരു പോയിന്റ് നമ്മളുടെ എമർജൻസി ഫണ്ട് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം, നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുറേ പ്രോബ്ലംസിനെ നമുക്കതിലൂടെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് എപ്പോഴും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ അത് നമുക്കറിയില്ല നമുക്ക് അസുഖങ്ങൾ എപ്പോഴെങ്കിലും വരുമോ, അസുഖങ്ങൾ വരുന്നത് മേജർ അസുഖങ്ങളായിരിക്കുമോ, അതിന് എത്രമാത്രം ചെലവ് വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും വരുമോ, നമുക്ക് ഈ വർഷത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടായിരുന്നാൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മതിലായിട്ട്, ഒരു സംരക്ഷണമായിട്ട് നമുക്ക് അത് വർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും കൂടെ ഒരു മാസം ഒരു 2000 രൂപ നമ്മൾ ഒരു മാസത്തിൽ നമുക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ചെറിയ തരത്തിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസും ഒക്കെ നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. 2000 രൂപ 3000 രൂപയുടെ ഉള്ളിലൊക്കെ മാറ്റി വെച്ചാൽ പോലും നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഒരു എന്താ പറയുക സുരക്ഷാ മതിൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് നമ്മൾ ചെയ്തു വെക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മലയാളി ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ കേരളത്തിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോളേജിലോ സ്കൂളിലോ ഒക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു നമ്മൾ
ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് കുട്ടികൾ അമേരിക്കയിലോ നെതർലൻഡിലോ ന്യൂസിലൻഡിലോ കാനഡയിലൊക്കെ പോയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. രക്ഷിതാക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ഹെൽത്തിനെ നമ്മളെപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് അല്ലേ. ഹെൽത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം വെൽത്തിനെയും നമ്മളുടെ കുടുംബത്തിനെയും എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ആവശ്യമായ മെഡിക്കൽ ചെക്കപ്പുകൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് ഉണ്ടായിട്ട് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ നമുക്ക് ബെറ്റർ നമുക്കതിന് പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ഭക്ഷണക്രമം, അതേപോലെ തന്നെ നല്ലൊരു ജീവിതശൈലി, അതേപോലെ തന്നെ നല്ല വ്യായാമം, അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനപൂർണ്ണമായ ഒരു കുടുംബം കിട്ടും. കാരണം നമ്മളുടെ എത്ര പണം നമുക്കുണ്ടെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റലൈസേഷനോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബത്തിന് ഏറ്റവും വേണ്ടത് നമുക്ക് ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫാമിലി മെമ്പേഴ്സ്. നമ്മൾ മാത്രം ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ പറ്റിയിട്ട് പഠിച്ചാൽ പോരാ, നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളെയും ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ പറ്റിയിട്ട് നമ്മൾ പഠിപ്പിക്കണം. നല്ല തരത്തിലുള്ള ഫിനാൻഷ്യൽ, അതായത് ചെലവഴിക്കൽ ശീലം, അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കൽ, അതുപോലെ ആർഭാട ചെലവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെയൊക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരും കൂടെ നമുക്ക് ഒരു സപ്പോർട്ട് തരും. അപ്പോൾ നമ്മൾ മാത്രം ഫിനാൻഷ്യൽ കാര്യങ്ങൾ പഠിച്ചാൽ പോരാ, നമ്മളുടെ കൂടെയുള്ള ആളുകൾ, അതായത് നമ്മളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരെയും ചെറുപ്പത്തിൽ തന്നെ നല്ല ഫിനാൻസ് ശീലങ്ങൾ, അതായത് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അവരെ കൂടെ പഠിപ്പിക്കുക. അപ്പോൾ അവരെപ്പോഴും മാതൃകയായിട്ട് കാണുന്നത് നമ്മളെയാണ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവരെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല മാതൃകകളായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ അവരെയും അത് ഫോളോ ചെയ്യാനും അത് ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവരെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും കുടുംബത്തിൽ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗീവ് ബാക്ക് ടു സൊസൈറ്റി അല്ലേ. സൊസൈറ്റി നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ തരുന്നുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം ഫുള്ള് നമുക്ക് ചെലവഴിക്കാനുള്ളതല്ല എന്നുള്ളതാണ് സത്യം. ഒരു 10% തുകയെങ്കിലും നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് നമ്മളുടെ ഇൻകം ഫ്ലോ, അതായത് നമ്മളുടെ ജീവിതത്തിലേക്കുള്ള ഒരു പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ പിന്നെ ഐശ്വര്യം ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു പാത്ത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു തുക 10% എമൗണ്ടെങ്കിലും എവരി ഇയർ നമ്മൾ എന്തെങ്കിലും ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മളുടെ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്തായാലും ഒരു സമാധാനം, അതിൽ നിന്ന് കിട്ടുന്നൊരു സമാധാനം നമുക്ക് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടുന്ന 100% തുക നമ്മളുടേതല്ല, അതിൽ നിന്ന് 1% തുക നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രേ, പ്ലാൻ ആൻഡ് സ്റ്റേ പോസിറ്റീവ് അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ ഒരു എന്താ പറയുക പ്രാർത്ഥന, എപ്പോഴും നമ്മളൊരു എന്താ പറയുക
പോസിറ്റീവായിട്ടിരിക്കുക, അതേപോലെ തന്നെ നല്ല ചിന്തകൾ നമുക്കുണ്ടായിരിക്കുക, അതേപോലെ തന്നെ എപ്പോഴും ഒരു ആത്മീയത നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനും കൂടെ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജീവിതം കുറച്ച് സമാധാനപൂർണ്ണമാക്കാൻ, ഐശ്വര്യപൂർണ്ണമാക്കാൻ, രോഗങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾക്ക് പോകാൻ, ഫിനാൻഷ്യൽ ബർഡൻസ് നമുക്കില്ലാതിരിക്കാൻ, കടബാധ്യതകളില്ലാതിരിക്കാൻ, ഈ പറഞ്ഞ അല്ലേ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പണം മാത്രമല്ല കാര്യം, നമുക്ക് ശാന്തി, സമാധാനം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.